അയാള് ജീവിതത്തിൽ എന്തോ ഒരു തിന്മ ചെയ്തിട്ട് അയാള് നരകത്തിലാണ്. നമസ്കാരത്തിൽ നിങ്ങളോടൊപ്പം സഫ് കെട്ടാനുണ്ടായിരുന്നു, നോമ്പ് മുറിക്കാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, ഹജ്ജിന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, മത്താഫിലും മസൈലും ഉണ്ടായിരുന്നു, എല്ലാ നന്മകളിലും നിങ്ങളോടൊപ്പം അയാൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിധത്തിൽ ഏതോ ഒരു തിന്മ ചെയ്തയാളെന്ന് നരകത്തിലാ. അതുകൊണ്ട് നിങ്ങൾ നരകത്തിലേക്ക് ചെല്ലുക, വാഖ്രിജു എന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ ഈമാൻ, അണുമണി തൂക്ക ഈമാൻ ഹൃദയത്തിലുള്ള സഹോദരങ്ങളെ, ഒരു 0.0% ഈമാൻ ഹൃദയാന്തരാളത്തിലുള്ള മോമിനായ കൂട്ടുകാരനെ തിരിച്ചു കൊണ്ടുവരുവോ എന്നാരോടാ പറയുന്നത്? നന്മയുടെ കൂട്ടുകാരായ ഒരു സംഘം ആളുകളോട് സ്വർഗത്തിൽ വെച്ച് നരകത്തിൽ ആപതിച്ചു പോയ നന്മയുടെ കൂട്ടുകാരിൽപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസരം തന്നിരിക്കുന്നു എന്നല്ലാഹു ആ കൂട്ടുകാരോട് പറയുമെന്ന് ലോകത്തിന്റെ ജേതാവ്, ലോകത്തിന്റെ നേതാവ്, നബിയുൽ ഹറമൈൻ ഇമാമുൽ ഖിബ്ലതൈൻ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സഹോദരങ്ങളെ, നന്മയിൽ ഒറ്റക്കെട്ടായി നിന്നാൽ, നല്ല വിഷയത്തിൽ ഒരുമിച്ച് നിന്നാൽ, സൗഹൃദം എന്ന് പറയുന്നത് പടച്ചവന് വേണ്ടിയാകണം, അള്ളാഹിന് വേണ്ടിയായാൽ ആ സൗഹൃദം പണത്തിന്റെ പേരിലാകാൻ പാടില്ല. നന്മയുടെ വിഷയത്തിലായാൽ, സുഹൃതങ്ങളുടെ വിഷയത്തിലായാൽ നല്ല സൗഹൃദമാണോ, നന്മയുടെ കൂട്ടുകാരാണോ, നന്മയുടെ സഹോദരിമാരാണോ, നിങ്ങളിൽ ഒരാൾ ജീവിതത്തിൽ എവിടെയെങ്കിലും താളം പഴച്ചു പോയി അള്ളാന്റെ നരകത്തിലേക്ക് ആപതിച്ചു പോയാൽ ആ നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാ ബാക്കിയുള്ള നന്മയുടെ കൂട്ടുകാർക്ക് അവസരം കൊടുക്കുകയാ. ചിന്തിച്ചു നോക്ക് മുസ്ലിമേ, ഇവിടെ ഒരു അപകടം പറ്റിപ്പോയാൽ, ഇവിടെ സംഘടിതമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരു സംഘം ഇങ്ങനെ സുഹൃതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിൽ ഒരാൾക്ക് പെട്ടെന്ന് അസുഖം വന്ന ആശുപത്രിയിലാണെന്നറിഞ്ഞാൽ ഓടിപ്പടച്ച് നമ്മളവിടെ എത്തൂലേ? എന്നിട്ട് ബ്ലഡ് വേണോ, നമ്മൾ ബ്ലഡ് കൊടുക്കും. എന്താണോ വേണ്ടത് നമ്മൾ അവർക്കത് കൊടുക്കുമല്ലോ. എന്നാൽ ഭൗതിക ലോകത്ത് നമ്മൾ ഓടിച്ചാടി എത്തുന്നത് പോലെ അല്ല, അതിനേക്കാൾ ആവേശത്തോട് നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകത്തിൽ വെന്തിരിയുന്ന നന്മയുടെ കൂട്ടുകാരിൽ ഒരാളെ ഓടിച്ചെന്ന് കൈപിടിച്ച് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുവരാ. നന്മയുടെ കൂട്ടുകാർക്ക്, നന്മയുടെ സഹോദരിമാർക്ക് അല്ലാഹു അവസരം കൊടുക്കുന്നു എന്ന് നമ്മെ പഠിപ്പിച്ചത് ഏറ്റവും നല്ല കൂട്ടുകാരൻ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമ്മൾ കൂട്ടത്തിൽ നിൽക്കണം, ഒറ്റയ്ക്ക് പോകരുത്. ലോകത്ത് നാശം ഉണ്ടാക്കുന്ന ആന ഏതാ? ഒറ്റയ്ക്ക് പോകുന്ന ആന അല്ലേ? കൂട്ടത്തിൽ വരുന്ന ആനകൾ ശല്യമില്ല. ഒറ്റയ്ക്ക് പോകുന്ന ആനയാണ് നശിപ്പിക്കുന്നതെല്ലാം. ഏതിനെയും നമ്മൾ ഒറ്റയ്ക്ക് വരുന്നതിനെ ഭയപ്പെടണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതവസ്ഥയിലും നമ്മൾ കൂട്ടായി നിൽക്കണം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ കൃത്യമായി ജമാഅത്തിന് പള്ളി പോകുന്നവരാണ്. എന്നിട്ട് ഉസ്താദിനെ കണ്ട് സലാം പറയും, ആളുകളോട് പരസ്പരം ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും. നേരെ നമ്മൾ വീട്ടിലേക്ക് വരുന്നു, അസ്വറിന് വീണ്ടും പോയി. ഇങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ പാലിക്കുന്നതെങ്കിൽ, നമ്മളങ്ങ് മരണപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ അസുഖം ബാധിച്ച് വീട്ടിൽ കിടപ്പായാൽ, കമ്മിറ്റിക്കാര് അല്ലെങ്കിൽ മഹല്ല് ഖത്തീബ് അല്ലെങ്കിൽ പള്ളിയിൽ സ്ഥിരമായി നിസ്കാരത്തിന് വരുന്ന ആളുകൾ പറയും, 2-3 ദിവസം കൊണ്ട് മറ്റേ അദ്ദേഹത്തെ കാണാനില്ലല്ലോ. അപ്പോഴാണ് പറയുന്നത് അദ്ദേഹത്തിന് സുഖമില്ലാതെ കിടപ്പിലാണ്. അങ്ങനെയാണ് ഒരാളെ അന്വേഷിക്കുന്നത്. എന്നാൽ സ്ഥിരം പള്ളിയിൽ വരാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ തിരക്കില്ല, അയാളെപ്പറ്റി ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. കാരണം അയാൾ പൊതുവെ പള്ളിയിൽ വരാറില്ല. ഞാൻ പറയുന്നത് ശരിയല്ലേ? 5 നേരം പള്ളിയിൽ നിസ്കാരം കൃത്യമായി ഇമാമും ജമാഅത്തുമായി വരുന്ന ഒരാള് ഒരു വക്കത്ത് വന്നില്ലെങ്കിൽ അന്വേഷിക്കില്ല, 2 വക്കത്ത് വന്നില്ലെങ്കിൽ പരസ്പരം ചോദിക്കും, അദ്ദേഹത്തെ കാണാനില്ലല്ലോ. 3-ാമത്തെ വക്കത്ത് വന്നില്ലെങ്കിൽ വീട്ടിൽ അന്വേഷിച്ചു വരും. ഇയാള് സ്ഥിരമായി പള്ളിയിൽ വരാത്ത ഒരാളാണെങ്കിലോ അയാൾ മരിച്ചാൽ പോലും അറിയില്ല, അയാൾക്ക് സുഖമില്ലെങ്കിൽ അറിയില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരക്കുന്നതാണെങ്കിൽ നാളെ ആഖിറത്തിൽ ഇങ്ങനെ പരസ്പരം ഒരുമിച്ച് യസൂമൂന മഅനാ വയുസല്ലൂന മഅനാ, ഞങ്ങളോടൊപ്പം ഒരുമിച്ച് നിസ്കരിച്ചവരാൻ, ഞങ്ങളോടൊപ്പം ഒരുമിച്ച് നോമ്പ് പിടിച്ചവരാൻ, അവരെ കാണാനില്ലല്ലോ. അല്ലാഹ് പറയാണ്, ജീവിതത്തിൽ എവിടെയോ അവർക്ക് താളം തെറ്റിപ്പോയി, അവരിപ്പോ നരകത്തിലാണ്.
നിങ്ങൾ ചെല്ല്, വിഷമിക്കണ്ട. നിങ്ങൾ നന്മയുടെ കൂട്ടുകാരല്ലേ, നിങ്ങളുടെ നന്മയുടെ സഹോദരിമാരല്ലേ, നിങ്ങൾ നല്ല സൗഹൃദമായിരുന്നല്ലോ. അതുകൊണ്ട് ചെല്ല്. നിങ്ങൾ അവരിൽ അണുമണി തൂക്കമെങ്കിലും, അഥവാ ഒരു ഡോട്ട്, ഒരു കറുത്ത ഒരു ചെറിയ ഒരു കുത്ത്, അതെങ്കിലും ഈമാൻ ഹൃദയത്തിലുള്ള ആ കൂട്ടുകാരൻ നിങ്ങൾ ഇഞ്ഞു കൊണ്ടുവന്നോ സ്വർഗത്തിൽ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ആ ഭാഗ്യം തരട്ടെ നമുക്ക്. അതുകൊണ്ട് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണെന്നറിയോ? ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്? മഹാനായ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇസ്തക്സിറൂ മിനൽ അസ്തിഖാഇൽ മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളായ കൂട്ടുകാരെ അധികരിപ്പിച്ചോ. എവിടെ ചങ്ങാതിമാരുണ്ടോ, എവിടെ കൂട്ടുകാരുണ്ടോ, നിങ്ങൾ ഓടിച്ചെന്നവരുമാകട്ടെ ചങ്ങാത്തത്തിലാകണേ. എന്തുകൊണ്ടാണ്? ഫഇന്ന ലഹും ശഫാഅത്തുൻ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ഒന്നുമല്ലെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്തുമല്ലോ ശഫാഅത്തിലൂടെ. ഒന്നുമല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങളെ ശഫാഅത്തിലൂടെ രക്ഷപ്പെടുത്തുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ മുഅ്മിനീങ്ങളായ കൂട്ടുകാരെ എത്ര നിങ്ങൾക്ക് കിട്ടുമോ അത്രയും നിങ്ങൾ ചങ്ങാത്തം കൂടണമെന്ന് മഹാനായ ഇമാം ഹസൻ അൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ മുഅ്മിനീങ്ങളായ കൂട്ടുകാരെ നമ്മൾ കൂട്ടുകൂടണം. എന്താ പറഞ്ഞത്? ഇസ്തക്സിറു മിനൽ അസ്ദിഖാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ കൂട്ടുകാരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അധികരിപ്പിക്കേണ്ടത്. നല്ല ചങ്ങാത്തം, നല്ല സൗഹൃദം. ഒരു വാപ്പ, ഒരു ഉമ്മ, മക്കൾ, ലോകത്തുള്ള എല്ലാവരും കുല്ലുക്കും മിൻ ബനി ആദം, നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാ, എല്ലാവരും ആദമിന്റെ മക്കളാണെന്ന് പറയുന്ന ഖുർആൻ മുഅ്മിനീങ്ങളെ മാത്രമേ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ മാത്രമേ സഹോദരങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇല്ലേ? അല്ലേ? ഖുർആനിൽ അങ്ങനെയല്ലേ പറഞ്ഞത്? എല്ലാവരും ആദമിന്റെ മക്കളാണ്, എല്ലാവരും ഹവ്വായുടെ മക്കളാണ്. ഇവിടത്തെ മുസ്ലിമും അമുസ്ലിമും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും ആദമിന്റെ മക്കളാണ്. അപ്പൊ ഒരു വാപ്പാടെ മക്കളല്ലേ, ഒരു ഉമ്മാടെ മക്കളല്ലേ, ഒരേ രക്തമല്ലേ, എല്ലാരും മണ്ണ് കൊണ്ട് പടയ്ക്കപ്പെട്ടതല്ലേ. പക്ഷെ അതില് സഹോദരങ്ങൾ എന്ന് പറഞ്ഞത് ആരെ പറ്റിയേ ഉള്ളൂ? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ മാത്രമേ സഹോദരങ്ങളുള്ളൂ. അതുകൊണ്ട് ഇസ്തക്സിറു മിനൽ അസ്ദിഖാഇൽ മുഅ്മിനീൻ, കിട്ടുന്ന മുഅ്മിനീങ്ങളെയൊക്കെ കൂട്ടുകാരാക്കിക്കോ. നമുക്ക് പ്രഭാഷണ മേഖലയിലുള്ള ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ മരിച്ചെന്നറിഞ്ഞാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ കേരളത്തിലും കർണാടകത്തിലും മലയാളികൾ എവിടെയുണ്ടോ അവിടെയുള്ള മുഴുവൻ ആളുകളും ഒരൊറ്റ ഫാത്തിഹയെങ്കിലും ഓതി ദുആ ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. അല്ലാതെ നിങ്ങൾ എന്ത് തന്നാൽ ഞങ്ങൾക്ക് മതിയാവും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തന്നാൽ ഞങ്ങൾക്ക് തികയും, അല്ലെങ്കിൽ എന്ത് തന്നാൽ ഒരു മനുഷ്യനെ വയറ് നിറപ്പിക്കാൻ കഴിയും, ഇതൊന്നും പറ്റില്ല. പക്ഷേ നിങ്ങളുടെ ഒരു ദുആ, നാളെ പരലോകത്ത് ഉസ്താദെ ഞാൻ കള്ളുകൂടി നിർത്തിയത് നിങ്ങളുടെ വയല് കേട്ടിട്ടാ, ഞാൻ കഞ്ചാവിനടിമയായിരുന്നു മാറിയത് നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ടാ, ഞങ്ങളുടെ പള്ളിയിൽ നിങ്ങളെ പ്രസംഗം കൊണ്ടാണ് മദ്രസ കെട്ടിടം നിർമ്മിച്ചത്, നിങ്ങളുടെ പ്രസംഗം കൊണ്ടാണ് പുലരുന്നത് വരെ തൊണ്ട പൊട്ടിക്കീറി പ്രസംഗിച്ചതിന് അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് അന്ന് പിരിച്ചു കിട്ടിയ പൈസയാണ് ഇന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള അമ്പര ചുംബിയായ ആ മനോഹരമായ മസ്ജിദ് എന്ന് പറയുന്ന ഒരു സമൂഹം നമുക്കുണ്ട് എന്ന് പറയുന്നതാണ് നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ തൗഫീഖ്. ആ പള്ളിയിൽ ഇരുന്ന് ഒരാൾ ഒരു സുജൂദ് ചെയ്ത് ഒന്ന് ദുആ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുകയല്ലേ. ചിന്തിച്ചു നോക്ക്. നമുക്ക് കിട്ടുന്ന സൗഹൃദങ്ങളൊക്കെ നമ്മൾ കളയരുത്, സൗഹൃദങ്ങളെ സൂക്ഷിക്കണം. എന്തുകൊണ്ടാണ്? ആ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ റഫീഖ് സാഹിബിനെ കാണുന്നത്. ഇതിനു മുമ്പ് 7-8 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ട്. പക്ഷേ പിന്നീട് എന്റെ നമ്പർ അങ്ങ് മാറി, മൂപ്പയുടെ നമ്പർ എന്റെ കയ്യിലും ഇല്ല. ഇന്ന് ആദ്യമായിട്ടാണ് അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്നത്. എന്നെ അദ്ദേഹം മറന്നിട്ടില്ല, ഞാൻ അദ്ദേഹത്തെയും മറന്നിട്ടില്ല, എന്റെ കൂടെ ഉള്ളവരെയും അദ്ദേഹം മറന്നിട്ടില്ല, അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരെയും ഞാൻ മറന്നിട്ടില്ല. എന്തുകൊണ്ട്? ഈ ഒരു സൗഹൃദം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നാളെ ഹസൻ ബസ്രി തങ്ങൾ പറയാണ്, ആഖിറത്തിൽ നമുക്ക് ശഫാഅത്ത് ഉണ്ടാവും. അതുകൊണ്ട് ആരെ കണ്ടാലും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരെയൊക്കെ കണ്ട മുഅ്മിനാണോ അവൻ മറ്റവനാണോ യവനാണോ
ചില ആളുകൾ നമ്മളെ ലൈവ് പോലും വിടാൻ പേടിക്കുകയാണ്. നമ്മുടെ ലൈവ് പോലും വിടാൻ പേടിക്കുന്നു. എന്തേ? ഞങ്ങളൊക്കെ ബിദഈ പ്രസ്ഥാനത്തിന്റെ ആളുകളായത് കൊണ്ടാണോ? അങ്ങനെയാണോ? ബിദഈ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും ഒരു ചിന്ത ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ഒന്നുമില്ല. അപ്പൊ നമ്മൾ അവന്റെ കൊടി നോക്കി, അവന്റെ നിറം നോക്കി, അവന്റെ വർണ്ണം നോക്കി, അവന്റെ ഭാഷ നോക്കി, അവന്റെ ദേശം നോക്കി, അവന്റെ എല്ലാം അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് അവൻ 916 ആളാണോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ പരിചയപ്പെടേണ്ടത്. മുസ്ലിമാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമയുടെ വക്താവാണോ? നിങ്ങൾ ചെല്ലുക, സലാം പറയുക, ദുആ ഇറക്കണേ, കഴിഞ്ഞു. പേരെന്താ? ഇന്ന സ്ഥലത്താ. പേര് ഇന്ന പേരാ. എവിടെ താമസം? ഇന്ന സ്ഥലത്താ. എന്ത് ചെയ്യുന്നു? ഇന്നത് ചെയ്യുന്നു. ദുആ ചെയ്യണം, മറക്കരുതേ. ഓക്കെ, അൽഹംദുലില്ലാ. ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടു, ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടു. ഈ ഒരൊറ്റ വാക്ക് ദുആ ഇറക്കണേന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമസ്കാരം നിർവഹിക്കുമ്പോ ഒക്കെ അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത വലിമൻ ഔസാന ബിദ്ദുആ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കൊക്കെ നീ അനുഗ്രഹം ചൊരിയണമെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇരുന്നത് നേത്രാവതിയിലാണ്, നമ്മൾ ഇരുന്നത് പരശുറാമിലാണ്, നമ്മൾ ഇരുന്നത് മലബാറിലും മാവേലിയിലുമാണ്. പക്ഷേ നമുക്ക് കിട്ടിയത് അയാളുടെ ജീവിത അവസാനം വരെയുള്ള ഒരു ദുആ. ഇത് നിസ്സാരമാണോ? ഇത് നിസ്സാരമാണോ? അതുകൊണ്ട് പരിചയപ്പെടാൻ കിട്ടുന്ന ഒരു അവസരവും നഷ്ടപ്പെടുത്തരുത്. ഇനി അദ്ദേഹം ആരാ, മഹാനെന്നറിയോ? അദ്ദേഹത്തെ പരിചയപ്പെടാനൊന്നും കിട്ടൂല, അദ്ദേഹത്തെ കാണാൻ തന്നെ പറ്റില്ല, അത്രയും വലിയ മഹാനാ. അങ്ങനെ ഒരു മഹാൻ ഒരുത്തനെ ഉള്ളൂ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. അല്ലാതെ ഒരു മഹാനും കാണാൻ പറ്റാത്ത മഹാനൊന്നുമില്ല. അഷ്റഫുൽ ഖൽഖിന്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാതായനങ്ങൾ മലർക്കെ പിറക്കപ്പെട്ടതായിരുന്നു. ഏത് പാതിരാത്രിയിലും ഏത് പകലിലും കയറി ചെന്ന് നബി തങ്ങളോട് സങ്കടക്കഥകൾ പറയാൻ കഴിയുമായിരുന്നു. അപ്പൊ അതിനേക്കാളും വലിയ മഹാന്മാര് നമ്മുടെ നാട്ടിലുണ്ടോ? ചിന്തിച്ചു നോക്ക്. ഇന്നലി സൗരിക അലൈക ഹഖ, ഞാൻ മഹാനാണ്, ആരെയും കാണൂല, വേണമെങ്കിൽ ഒരു വിരൽ ഞാൻ ജനാലെ കൂടെ പുറത്തിട്ടിക്കാൻ, തൊട്ടിട്ട് പൊക്കോ എന്ന് പറയുന്നവന് മഹാനല്ലടോ. കാരണം ഇന്നലി സൗരിക അലൈക ഹഖ, നിന്റെ വിസിറ്റേഴ്സിനോട് നിനക്കൊരു ബാധ്യതയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇങ്ങോട്ട് ശ്രദ്ധിക്ക്, ചായ കുടിക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളി. നിന്റെ വിസിറ്റേഴ്സിനോട് നിനക്കൊരു ബാധ്യതയുണ്ട്, നിന്നെ കാണാൻ വരുന്നവരോട് നിനക്ക് ചില ബാധ്യതയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് കിട്ടുന്ന ഒരു അവസരവും നഷ്ടപ്പെടുത്തരുത്. ആരെ ഒക്കെ നമുക്ക് കണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് നമ്മൾ ഇന്ന ആളാണ്, ഒരാളെ കണ്ടിട്ട് അവനെ പരിചയപ്പെടാതെ പിരിഞ്ഞു പോകുന്നത് വലിയ നഷ്ടമാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഒരാളെ കണ്ടു, അയാളെ പരിചയപ്പെടാതെ അയാളുമായി ഇടപഴകി ജീവിച്ചു. എന്നിട്ട് പേരെന്താണ്, നാടെവിടെയാണ്, എന്തിനിവിടെ വന്നു, എന്ത് ചെയ്യുന്നു, ഇതൊന്നും ചോദിക്കാതെ പരിചയപ്പെടാതെ പിരിഞ്ഞു പോയാൽ അവന് നഷ്ടപ്പെട്ടു പോയി, നാശമാണ് അവന്റെ കാര്യമെന്നാണ്. അതുകൊണ്ട് ഒരവസരവും നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്കറിയോ, മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് മഹാനവറുകൾ തന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്. എന്താ പറഞ്ഞത്? നാളെ മഹിശറ വനസഭയിൽ നിങ്ങൾ വരുമ്പോൾ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിങ്ങൾ പ്രവേശിക്കപ്പെട്ടാൽ അവിടെ ഈ പാവം ഇബ്നു ജൗസിയെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇല്ലമ തജിദൂനി ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ വെച്ച് നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിൽ ഫസ്അലു അന്നി, ഞാൻ എവിടെയാണെന്ന് നിങ്ങൾ അവിടെ ഉള്ള ആളുകളോട് ചോദിക്കണേ. അങ്ങനെ നിങ്ങൾ അറിഞ്ഞു ഞാൻ എവിടെയാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നരകത്തിലെങ്ങാനമാണെന്ന് നിങ്ങളോട് പറഞ്ഞാ ഫഖൂലു, നിങ്ങൾ പറയണേ യാ റബ്ബനാ അബ്ദുക ഫുലാൻ കാന യദ്കുറുനാ ബികാ, പടച്ചവനെ നിന്നെപ്പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തന്ന മനുഷ്യനാണ് ഞങ്ങൾ തേടുന്നത് എന്ന് അള്ളാനോടൊന്ന് പറഞ്ഞ് ഈ പാവത്തിനെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ഇബ്നു ജൗസി തങ്ങൾ പറയുകയും കരയുകയും ചെയ്തു എന്ന് ചരിത്രങ്ങളിൽ കാണാം. ഇബ്നു ജൗസി റഹിമഹുല്ലാഹ് പറയുകയാണ്, മക്കളെ നിങ്ങൾ സ്വർഗത്തിലെത്തുമ്പോ ശിഷ്യഗണങ്ങളോട് പ്രസംഗിക്കുകയാ. എനിക്കും പറയാനുള്ളത് തന്നെയാണ്. ഈ മലപ്പുറം ജില്ലയിലെ ഈ പറയുന്ന തിരുത്തി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ജനങ്ങളോട്, വിശ്വാസികളോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, ഉമ്മമാരോട്, സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഇത് സ്വദേശത്തും വിദേശത്തും ഇരുന്ന് കാണുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ളത്,
നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തന്ന് നിങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗലോകത്തെത്തുമ്പോൾ അവിടെ എങ്ങാനും എന്നെ കണ്ടില്ലെങ്കിൽ, എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ പടച്ചവനോട് ചോദിക്കണം, ഫസലു അന്നീ, ഞാൻ എവിടെയാണെന്ന് ചോദിക്കണം. ആ സമയത്ത് പടച്ചതമ്പുരാൻ ഞാൻ നരകത്തിലെങ്ങാനമാണെന്ന് പറഞ്ഞാൽ പടച്ചവനോട് നിങ്ങൾ പറയേണ്ടത്, യാ റബ്ബനാ അബ്ദുക ഫുലാനുന് കാന യദ്കുറുനാ ബിക, പടച്ചവനെ നിന്നെപ്പറ്റി, നിന്റെ ഹബീബിനെ പറ്റി, നിന്റെ ഖുർആനെ പറ്റി ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് വഅള് പറഞ്ഞവനാ. അതുകൊണ്ട് ആ മനുഷ്യനെ കൂടി സ്വർഗത്തിൽ കൊണ്ടുവരണേ എന്ന് അള്ളാഹുവിനോട് പറയണേ എന്ന് എനിക്കും നിങ്ങളോട് പറയാനുണ്ട്. ഇത് പറഞ്ഞിട്ടാണ് ഇബ്നു ജൗസി തങ്ങൾ കരഞ്ഞത്. സഹോദരങ്ങളെ, സൗഹൃദമെന്ന് പറയുന്നത് വലിയ അർത്ഥമുള്ളതാണ്, വലിയ പവറുള്ളതാണ്. കാരണം എന്തേ? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ പിഴച്ചു പോയി, നമ്മൾ നരകത്തിന്റെ പ്രവർത്തനം ചെയ്ത്, അതാർക്കും അതിൽ അഭിപ്രായം പറയാൻ പറ്റൂലല്ലോ. അള്ളാന്റെ ഹബീബ് പറഞ്ഞതെന്താണ്? സ്വർഗാവകാശിയായ ഒരു മനുഷ്യന് എല്ലാവരും സ്വർഗത്തിന്റെ ആളാണെന്ന് പറഞ്ഞ് അയാള് സ്വർഗത്തിലേക്ക് പോകുന്ന സൽക്കർമ്മങ്ങൾ ചെയ്ത്, സുഹൃതങ്ങൾ ചെയ്ത്, അവസാനം ആ മനുഷ്യന് നരകത്തിലേക്ക് പോകുന്ന ഒരു പ്രവർത്തനം ചെയ്ത് അവൻ മരിച്ചുപോയാൽ അവന് നരകത്തിലാണെന്ന് മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. നമ്മള് ദാടിയുണ്ടെന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കണ്ട, തൊപ്പിയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അഹംഭാവം നടിക്കണ്ട. നമ്മൾ ഇബാദത്തുള്ളവരാണ്, മജ്ലിസുകളിൽ പ്രസംഗിക്കുന്നവരാണ്, മഹാന്മാര് ഇഷ്ടപ്പെടുന്നവരാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അഹങ്കരിക്കണ്ട. കാരണം എന്തേ? അവസാന നിമിഷം ഒരു മിനിറ്റ് നരകത്തിന്റെ പ്രവൃത്തി ചെയ്തു പോയാൽ അവന് നരകത്തിലേക്ക് പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന് യുദ്ധം ചെയ്ത് വരികയാണ്. ആളുകൾ സഹാബത്ത് പറഞ്ഞു, നബിയെ, ആ മനുഷ്യൻ എന്തൊരത്ഭുതമാണ് കാണിക്കുന്നത്, ആ മനുഷ്യന്റെ ചലനം അത്ഭുതമല്ലേ, ആ മനുഷ്യൻ ഇതാ ധീരോദത്തമായ സമരം നടത്തുകയല്ലേ, പോരാടി ശത്രുക്കളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പോരാട്ട വീതിയിലായി ആ പ്രിയപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുമ്പോ കൊതിയുണ്ട് നബിയെ അയാളെ പോലെ ആകാൻ. നബിതങ്ങൾ ചിരിച്ചു. നബിതങ്ങൾ അത് കേട്ട് ചിരിച്ചു. രണാങ്കണത്തിലെ പടപൊരുതി ശത്രുക്കളുടെ ഇടയിലേക്ക് കയറി പോകുന്ന ഒരു ധീരയോദ്ധാവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അയാള് ഭാഗ്യവാനാണ്, എന്തൊരു ധൈര്യമാണെന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ ചിരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബാ, എന്ത് ചെയ്യാൻ, അയാള് നരകത്തിലല്ലേ. സുബ്ഹാനല്ലാഹ്. സഹാബാക്കൾക്ക് അത്ഭുതമായി. അവര് പിന്നാലെ പോയി ആ മനുഷ്യന്റെ. എന്താ സംഭവിച്ചെന്നറിയോ? ആ മനുഷ്യൻ ശത്രുക്കളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് പോരടിച്ചപ്പോൾ ഏതോ ഒരു ശത്രുവിന്റെ വാളിനിരയായി അയാളുടെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവ് വന്നു. സഹിക്കാൻ പറ്റാത്ത വേദന, അസഹ്യമായ വേദന. അദ്ദേഹം ആരും കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ ഓടിച്ചെന്ന് വിജനമായ മരുഭൂമിയുടെ മണലിലേക്ക് അദ്ദേഹത്തിന്റെ വാളിന്റെ പിടി കുത്തിയിറക്കി അഗ്രഭാഗം മുകളിലോട്ട് വെച്ചു. എന്നിട്ട് ഓടിച്ചെന്ന് നെഞ്ച് അതിലേക്ക് കുത്തി വീണ് ആത്മഹത്യ ചെയ്തു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പറയുന്ന മനുഷ്യൻ ധീരയോദ്ധാവാൻ, പക്ഷേ അയാൾ നരകത്തിന്റെ അവകാശിയല്ലേ. ആർക്ക് പറയാൻ പറ്റും സഹോദരങ്ങളെ? അപ്പൊ നമുക്ക് നമ്മുടെ ഈ സൗഹൃദം കൊണ്ടുള്ള നേട്ടം എന്താ? ആരെങ്കിലും ഒരാൾ റബ്ബിനോട് പറയും, പടച്ചവനെ, ഞാൻ നിസ്കാരം തുടങ്ങിയത് ഇയാളുടെ പ്രസംഗം കേട്ടിട്ടാ. പടച്ചവനെ, ഞാൻ 2 മണി, ഞാൻ എനിക്ക് ഹാരിസുമായിട്ട് ഇതിന് മുമ്പ് ഒരു ബന്ധവും ഇല്ല. ഹാരിസ് പറയുന്നു, മുമ്പ് എന്നെ വിളിക്കാറുണ്ടായിരുന്നു, പ്രസംഗത്തിന് വിളിച്ചു, കിട്ടിയില്ല എന്ന് പറയുന്നു. പക്ഷേ 2-3 ആഴ്ച, 1 മാസത്തിന് മുമ്പ് എന്നെ ഹാരിസ് വിളിച്ചു. ഇങ്ങനെ ഒരു ഡേറ്റ് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. നോക്കി, ഇല്ല എന്ന് ബോധ്യം വന്നപ്പോ ഞാൻ പറഞ്ഞു വന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഹാരിസിനെ പരിചയപ്പെട്ടു. ഹാരിസിനെ കാണുന്നത് ഇന്ന് ഞാൻ ഇപ്പൊ ഇറങ്ങിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു, ആരാ ഹാരിസ് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ആളുകൾ പറഞ്ഞത് ഇതാണ് ഹാരിസ് എന്ന്. ഹാരിസിനെ ഞാൻ കാണുകയാണ്. പക്ഷേ ഈ ഹാരിസിന് എന്താ അള്ളാഹു കൊടുത്ത നേട്ടം? ഈ ഹാരിസ് കാരണം
ഇത്രയും വിശ്വാസികൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞാൻ അള്ളാഹിനെ പറ്റി പറയുന്നു. എത്ര കിലോമീറ്റർ, 350 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഇന്ന് യാത്ര തിരിച്ചാൽ തന്നെ നാളെ 2 മണിക്ക് എൻ്റെ വീട്ടിൽ തിരിച്ചെത്തുക. അപ്പൊ ഈ നിലയിൽ ഞാൻ തിരുവനന്തപുരം ജില്ലയുടെ അങ്ങേ അറ്റത്ത് നിന്ന് ഞാൻ വന്നു, മലപ്പുറം ജില്ലയിൽ വന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്നു. നിങ്ങൾ ഇത്രയും വിശ്വാസിനികൾ ഇവിടെ ഒരുമിച്ച് കൂട്ടി, ഇത്രയും പേർക്ക് പിന്നെ കുടിക്കാൻ വെള്ളം കൊടുത്തു, ഇത്രയും പേരുടെ മുമ്പിൽ ഞാൻ ഖുർആനും ഹദീസുകളും പ്രസംഗിക്കുന്നു. ഇതിനൊക്കെ എത്ര പ്രതിഫലമാണ് ഹാരിസിന് കിട്ടുന്നത്? അപ്പൊ ഇതാണൊരു മനുഷ്യൻ അല്ലാഹു തആല കൊടുക്കുന്ന നേട്ടം. അല്ലാതെ വേറെന്താ ഉള്ളത്? ഒന്നുമില്ല. ഒരു ദുആ അല്ലാഹു നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്ന്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളോടും പറയാനുള്ളത്, ഞാൻ മരിച്ചെന്ന് കേൾക്കുമ്പോ എപ്പോഴായാലും നമ്മളെ അറിയാത്തവരുണ്ടാവും, പേരറിയാത്തവരുണ്ടാവൂല. അപ്പോ നിങ്ങൾ എപ്പോഴെങ്കിലും വാർത്തകളിൽ ഞങ്ങൾ മരണപ്പെട്ടു എന്നറിയുമ്പോൾ ഒരു യാസീനോദി ഒരു ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അത് ഞങ്ങളുടെ റൂഹിലേക്ക് കൊണ്ടെത്തിച്ച് ഞങ്ങളുടെ റൂഹിനത് ആനന്ദമായി മാറും. അത്രമാത്രമാണ് ഈ സൗഹൃദം കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. അല്ലാതെ ഒരുത്തൻ്റെ ഈ കീശയിലെ കാശ് കണ്ടിട്ട് അവൻ കൊള്ളാം, വലിയ മുതലാളിയാണ്, അപ്പൊ അതുകൊണ്ട് അവനോട് കൂടിയാ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരുത്തരോടെയും കൂടരുത്. അങ്ങനെ കൂടുന്നവനെ സൂക്ഷിക്കുകയും വേണം. നമ്മളെ സുഹൃത്ത് എന്ന് പറയുന്നത് ഒരു ദുആ, അത് പ്രതീക്ഷിക്കുക. അല്ലാതെ വേറെ ഒന്നും നമുക്ക് വേണ്ട. അള്ളാഹു നമുക്ക് അങ്ങനെ ഒരു സൗഹൃദം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഒന്നാമത്തെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ പരസ്പര ശത്രുക്കളാകുന്ന സൗഹൃദം, അത് നമുക്ക് വേണ്ട. പിന്നെന്താ പറഞ്ഞത്? ഇല്ലൽ മുത്തഖീൻ. നാളെ ആഖിറത്തിൽ പടച്ചവന്റെ മുമ്പിൽ വന്നിട്ട് സൂക്ഷ്മതയോട് ജീവിച്ച ഒരു കൂട്ടുകാരനെ അന്വേഷിച്ചുകൊണ്ട് എനിക്ക് അവനെ കൂടി സ്വർഗത്തിൽ തരൂ എന്ന് പറയുന്ന ഒരു നല്ല സുഹൃത്ത്, ഇതും ഖുർആൻ പരിചയപ്പെടുത്തിയ മുത്തഖീങ്ങളിൽ പെട്ടതാണ്. അല്ലാതെ വിരല് കടിച്ചു പോകും. ഞാൻ നേരത്തെ ആമുഖം പറഞ്ഞല്ലോ തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം തന്നത് സുഹൃത്ത് മാത്രമേ ഉള്ളൂ. വാപ്പയുമ്മയൊന്നുമല്ല. തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തന്നു, നമ്മൾ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെ നാളെ വിരല് കടിക്കരുത്. വാപ്പ ഇന്നതായി പോയതിന്റെ പേരിൽ നാളെ വിരല് കടിക്കൂല. ഉമ്മ ഇന്നതായി പോയതിന്റെ പേരിൽ നാളെ ആരും വിരല് കടിക്കൂല. അത് നമ്മളെ ചെയ്ത തെറ്റൊന്നും അല്ലല്ലോ. നമ്മുടെ വാപ്പ അങ്ങനെ ആയിപ്പോയതിന്, ആ വാപ്പാടെ ബീജത്തിൽ പിറന്നതിന് നമ്മൾ കുറ്റക്കാരല്ല. നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വളർന്ന് അവര് പ്രസവിച്ചതിന് നമ്മൾ കുറ്റക്കാരല്ല. അതുകൊണ്ട് നാളെ അതിന്റെ പേരിൽ നമ്മൾ വിരല് കടിക്കൂല. പക്ഷേ വിരല് കടിക്കുന്ന ഒരു രംഗമുണ്ട് മുസ്ലിമേ. നാളെ പരലോകത്ത് വിരല് കടിച്ചു പോകുന്ന ഒരു നിമിഷമുണ്ട്. എപ്പോഴെന്നറിയോ? സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നു. ഞാൻ ആമുഖമായി ഓതി വെച്ചവരായത്തറിയുമല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ അല്ലാഹു പറയുകയാ, വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി തഖൽതു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. എന്താണ് ഫുർഖാൻ എന്ന് പറയുന്ന അധ്യായത്തിൽ ഈ ആയത്തിൽ അല്ലാഹു പറയുന്നതെന്നറിയോ? ഈ ആയത്ത് ഇറങ്ങാൻ തന്നെ കാരണം എന്തെന്നറിയോ? ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബിനെ സദ്യ കഴിക്കാൻ വേണ്ടി വിളിച്ചു, ഒരു ആഹാരം കഴിക്കാൻ വേണ്ടി വിളിച്ചു. ആരാ വിളിച്ചതെന്നറിയോ? ഉഖബത്ത് ബിൻ അബീ മുഈത്ത് എന്ന് പറയുന്ന ധിക്കാരിയായ ആ നാട്ടിലെ ഏറ്റവും വലിയ ശത്രുവായ മനുഷ്യനാണ് വിളിച്ചത്. അല്ലാഹുവിന്റെ ഹബീബ് എല്ലാവരെ പോലെയും അവിടെ ചെന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹിന്റെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവച്ചപ്പോൾ ഒരാൾ രക്ഷപ്പെട്ടാലോ ഒരു അവസരം കിട്ടിയത് മുതലാക്കണമല്ലോ. നബി തങ്ങൾ ഉഖബത്ത് ബിൻ അബീ മുഈത്തിനോട് പറഞ്ഞു, ഉഖബ, ഞാൻ എന്തെങ്കിലും ഇവിടെ നിന്ന് കഴിക്കണമെങ്കിൽ നീ ഷഹാദത്ത് കലിമ ചൊല്ലിയാലേ കഴിക്കൂ, നീ മുസ്ലിമാണെന്ന് പറഞ്ഞാലേ ഞാൻ കഴിക്കൂ, അല്ലാതെ ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഉഖബത്ത് ബിൻ മുഈത്ത് ചോദിച്ചു, മുഹമ്മദേ, അല്ലാതെ കഴിക്കൂലേ? ഇല്ല ഉഖബത്ത് ബിൻ മുഈത്തെ, ഞാൻ കഴിക്കണമെങ്കിൽ നീ വിശുദ്ധമായ കലിമ ചൊല്ലി മുസ്ലിമായാൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് വല്ലതും കഴിക്കുകയുള്ളൂ. നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രസംഗകന് പറഞ്ഞതുപോലെ അൽ അമീനാണ്, അസ്സാദിഖാണ്, സത്യസന്ധനാണ്, വിശ്വസ്തനാണ്, എല്ലാവർക്കും 100 നാവാണ് നബി തങ്ങളെ പറ്റി പറയാ. അങ്ങനത്തെ ഒരാള് സദസ്സിൽ നിന്ന് കഴിക്കാതെ ഇറങ്ങി പോകുന്നതിലുണ്ടാകുന്ന നാണക്കേട് ഓർത്തുകൊണ്ട്
ഉഖബത്ത് ബിൻ അബീ മുഈത്ത് പറഞ്ഞതെന്തെന്നറിയോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാ, അല്ലാഹുവിന്റെ ഹബീബ് നബിയെ കൊണ്ട് ഞാനിതാ വിശ്വസിച്ചിരിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോ റസൂലുള്ള വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് നബി തങ്ങൾ അവിടെ നിന്ന് പോയി. സഹോദരങ്ങളെ, ഉഖബത്ത് ബിൻ അബീ മുഈത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ഏറ്റവും നല്ല കൂട്ടുകാരൻ, ഹൃദയമായി ചങ്കായി ഏറ്റവും നല്ല സുഹൃത്തായി ഉണ്ടായിരുന്നത് ഉമയ്യത്ത് ബിൻ ഖലഫാണ്. ഉമയ്യത്ത് ബിൻ ഖലഫ് കച്ചവട ആവശ്യാർത്ഥം എവിടെയോ പോയിരിക്കുകയാണ്. ഉമയ്യത്ത് ബിൻ ഖലഫ് മക്കയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആളുകൾ ചെന്നിട്ട് പറഞ്ഞു, ഉമയ്യത്തെ നീ അറിഞ്ഞില്ലേ? എന്താ അറിയേണ്ടത്? ഉമയ്യത്തെ നിന്റെ കൂട്ടുകാരൻ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് മുസ്ലിം ആയിരിക്കുകയാ, മുഹമ്മദിന്റെ മുമ്പിൽ വെച്ച് കലിമ ചൊല്ലിയിട്ട് മുസ്ലിം ആയിരിക്കുകയാ. എന്താ ഈ കേൾക്കുന്നത്? എന്റെ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് മുസ്ലിമായെന്നോ? എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വാള് ഊരി പിടിച്ച് ഓടുകയാ. ഉമയ്യത്ത് ബിൻ ഖലഫ് നേരെ ഉഖബത്ത് ബിൻ അബീ മുഈത്തിന്റെ മുമ്പിലെത്തുകയാ. എന്നിട്ട് ചോദിച്ചു, ഉഖബ, നീ മുസ്ലിമായോ? അഖദ് സബൗത, നീ മതം മാറിയോ? ചോദിക്കുന്നതിന് മറുപടി പറ. ആ സമയത്ത് ഉഖബ പറഞ്ഞു, ഇല്ല ഉമയ്യ, ഇല്ല, ഞാൻ മുസ്ലിമായിട്ടില്ല, ഞാൻ മുസ്ലിമായിട്ടില്ല. ആളുകൾ പറഞ്ഞല്ലോ, നീ കലിമ പറഞ്ഞതിന് സാക്ഷികളുണ്ടല്ലോ. ആ സമയത്താണ് ഉഖബത്ത് ബിൻ അബീ മുഈത്ത് പറഞ്ഞത്, ആരാണ് പറഞ്ഞതെങ്കിലും ശരി തന്നെയാണ്, പക്ഷേ ഞാൻ ഹൃദയം കൊണ്ട് മുസ്ലിമായിട്ടില്ല. എന്റെ തീന്മേശയുടെ മുമ്പിൽ നിന്ന്, എന്റെ ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് മുഹമ്മദിനെ പോലുള്ളവർ നല്ലവൻ ഇറങ്ങിപ്പോകുന്നത്, കഴിക്കാതെ ഇറങ്ങിപ്പോകുന്നത് എനിക്ക് നാണക്കേടാ, എന്റെ തറവാടിന് നാണക്കേടാ, എനിക്ക് വല്ലാത്ത മാനഹാനിയാ. അതുകൊണ്ടാണ് ഞാൻ അവനെ കഴിക്കാൻ വേണ്ടി കലിമ ചൊല്ലിയത്, അല്ലാതെ മതം മാറിയതല്ലെന്ന് പറഞ്ഞു. കേൾക്കണോ സഹോദരങ്ങളെ? ഉമയ്യത്ത് ബിൻ ഖലഫ് പറഞ്ഞു, ഇല്ല, ഞാനത് വിശ്വസിക്കൂല. ഉഖബ പറഞ്ഞു, വിശ്വസിക്കണം, ഞാൻ മുസ്ലിം ആകിട്ടില്ല, ആകില്ല ഉമയ്യ. എന്താ ഞാൻ വിശ്വസിക്കേണ്ടത്? ആ സമയത്ത് ഉമയ്യത്ത് ബിൻ ഖലഫ് പറഞ്ഞു, എന്നാൽ ഒരിക്കൽ കൂടി സദ്യ ഉണ്ടാക്കുവോ, എന്നിട്ട് മുഹമ്മദിനെ വിളിക്കുവോ, ആളുകളുടെ മുമ്പിൽ വെച്ച് മുഹമ്മദിനെ നാണം കെടുത്തിയിട്ട് മുഹമ്മദിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയിട്ട് നിനക്ക് പറഞ്ഞു വിടാൻ പറ്റുവോ? ഉഖബ പറഞ്ഞു, ഉമയ്യത്ത് ബിൻ ഖലഫേ, ഞാനത് ചെയ്തോളാ, കാരണം എനിക്ക് നീ നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് വീണ്ടും ഭക്ഷണം ഉണ്ടാക്കി ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ സാന്നിധ്യത്തിൽ മുസ്തഫായ നബി തങ്ങളെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഭക്ഷണത്തിന്റെ മുമ്പിലിരിക്കുമ്പോ റിസാലത്തിന്റെ പൂമേനിയിലേക്ക് ഉഖബത്ത് ബിൻ അബീ മുഈത്ത് കാർക്കിച്ചു തുപ്പുകയാ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഉഖബത്ത് ബിൻ അബീ മുഈത്തിനെ പോലുള്ള ഒരു വൃത്തികെട്ടവന്റെ തുപ്പുനീര് മുസ്തഫായ നബി തങ്ങളുടെ മുഖത്ത് വീഴുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ പൂമുഖത്തേക്ക് വന്ന തുപ്പലിന് അല്ലാഹു തആല നേരെ ഡൈവേർട്ട് ചെയ്യുകയാ. അതിനെ നേരെ തിരിച്ചു, പ്രിയപ്പെട്ടവരെ, അത് ഉഖബത്ത് ബിൻ അബീ മുഈത്തിന്റെ മുഖത്തേക്ക് തന്നെ ചെന്ന് വീണു. ആ മുഖത്തേക്ക് ചെന്ന് വീഴുന്ന ഭാഗത്ത് കരിഞ്ഞു പോയി എന്നാണ്, തീക്കനൽ വീണ് കരിയും പോലെ കരിഞ്ഞു പോയെന്നാണ്. ആ ഉഖബത്ത് ബിൻ അബീ മുഈത്തിന്റെ വാക്ക്, ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ വാക്ക് കേട്ട് ഉഖബത്ത് ബിൻ അബീ മുഈത്ത് മതം മാറിയില്ല. ഞാൻ എന്റെ മുത്തു നബിയിൽ വിശ്വസിച്ചിട്ടില്ല. ആ പ്രവാചകന്റെ മുഖത്തേക്ക് തുപ്പാൻ ശ്രമിച്ച ഈ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് പരലോകത്ത് പറയുന്നതെന്തെന്നറിയോ? വയൗമ യഅല്ലാഹു അലാ യദൈ. അന്ന് പരലോകത്ത് ഉഖബ വിരൽ കടിക്കുകയാ. ഇത് പടച്ചവന്റെ വാക്കാ, ഇത് സർവശക്തന്റെ വാക്കാ, ഇത് സർവാധിനാഥന്റെ വാക്കാ. ആ വിരൽ കടിക്കുന്നു. എന്നിട്ടോ യഖൂലു പറയുന്നു, യാ ലൈതനി തഖദതു മഅ റസൂലി സബീലാ. അന്ന് റസൂലുള്ളാഹിന്റെ വഴിയെ നടന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ. യാ വൈലത്താ, യാ വൈലത്താ, എന്റെ നാശമേ, നാശമേ, തലയിൽ കൈവച്ച് വിളിക്കുകയാ, എന്റെ നാശമേ. ലൈതനി ലം നത്തഖിദ് ഫുലാനൻ ഖലീലാ. ഈ ഉമയ്യത്ത് ബിൻ ഖലഫിനെ ഞാൻ കൂട്ടുകാരനായി അംഗീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ഈ ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ കൂട്ടുകാരനല്ലായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നെന്ന് ഉഖബത്ത് ബിൻ അബീ മുഈത്ത് പരലോകത്ത് വിളിച്ചു പറയുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹ് പറയുമ്പോ, കള്ളുകുടിപ്പിച്ച കൂട്ടുകാരാ, കള്ളുകുടിപ്പിച്ച കൂട്ടുകാരാ, പലിശക്ക് കൂട്ടുന്ന കൂട്ടുകാരാ, കഞ്ചാവ് വാങ്ങി തന്നവനെ, എന്താ
എന്തെല്ലാം മോശമായ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോയവര് ഇന്ന് പരസ്പരം ഭാര്യമാരെ പോലെ കൈമാറുന്ന നാണംകെട്ട ലോകമാ. എത്ര കോവിഡ് എന്നാ പഠിക്കുമടോ, എത്ര പ്രളയം എന്നാ പഠിക്കുമടോ. അള്ളാഹു നിനക്ക് തന്ന ഭാര്യമാരെ പോലെ കൂട്ടിക്കൊടുക്കുന്ന വൃത്തികെട്ട സംസ്കാരത്തിലേക്ക് മനുഷ്യൻ ആപതിക്കുമ്പോ അതിലും മുസ്ലിം നാമധാരികൾ വരുന്നെന്നറിയുമ്പോ, അതിലും മുസ്ലിം നാമധാരികളായ വിവരം കെട്ടവർ വരുന്നെന്നറിയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം ഭാര്യയെ പോലെ മറ്റൊരുത്തന് കൂട്ടിക്കൊടുത്തിട്ട് അവന്റെ അടുക്കൽ മറ്റൊരുത്തന്റെ ഭാര്യ അറിവോടെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഏത് ലോകത്താണോ നമ്മൾ താമസിക്കുന്നത്? എന്തൊരു വൃത്തികെട്ട സംസ്കാരമാണ്. 6-ാം നൂറ്റാണ്ടിന്റെ കാട്ടറബികൾ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. 6-ാം നൂറ്റാണ്ടിന്റെ കാട്ടറബികൾ പോലും ഇങ്ങനെ ഒരു വൃത്തികെട്ട സംവിധാനം ഒരുക്കിയിട്ടില്ലല്ലോ. എവിടെ പോയി മുസ്ലിമേ? പ്രളയം തന്നില്ലേ നിനക്ക് പടച്ചതമ്പുരാ? കോവിഡ് തന്നില്ലേ? ഡെൽറ്റ തന്നില്ലേ? ഒമിക്രോൺ തന്നില്ലേ? അല്ലാഹനെ ഇനിയും നിങ്ങൾ പരീക്ഷിക്കുകയാണോ? ആ പരീക്ഷണങ്ങളെങ്ങാനും അല്ലാഹു ഈ ലോകത്തേക്ക് ഇറക്കിയാൽ പിടിച്ചു നിർത്താൻ ലോകത്തൊരു സംവിധാനങ്ങൾക്ക് കഴിയില്ല, ഒരു ആരോഗ്യ സംഘടനയ്ക്ക് കഴിയില്ല. ആ അല്ലാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്തുകൊണ്ട് വൃത്തികെട്ട സമീപനങ്ങളിലൂടെ മുന്നോട്ട് പോയാൽ എന്റെ സഹോദരങ്ങളെ, നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് വിരൽ കടിക്കണം. എന്നിട്ട് പറയും, യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഞാൻ അവനോടൊപ്പം കൂട്ടുകൂടിയതല്ലേ പടച്ചവനെ ഇത്രയും പ്രശ്നമായത്. ചിന്തിക്കും, ഇത് ഖുർആനാണ്, ഇത് ഖുർആനാണ്. വിരൽ കടിക്കും. അതുകൊണ്ട് നല്ലവനെ തെരഞ്ഞെടുത്തോ, ഏറ്റവും നല്ല കൂട്ടുകാരനെ തെരഞ്ഞെടുത്തോ. അല്ലാത്തതിനെ ഒന്നും നമ്മൾ തെരഞ്ഞെടുക്കരുത്. നാളെ പരലോകത്ത് പറയും, ഉമയ്യത്ത് ബിൻ ഖലഫ് വന്നില്ലായിരുന്നെങ്കിൽ, ഉഖ്ബത്ത് ബിൻ അബീ മുഈത്തിനെ തിരുത്തിയില്ലായിരുന്നെങ്കിൽ, ഉഖ്ബത്ത് ബിൻ അബീ മുഈത്ത് പറയാൻ, ഞാൻ അവനോടൊപ്പം കൂടണ്ടായിരുന്നു, അതാണ് ഇത്രയും പ്രശ്നമായത് എന്ന്. നമ്മളും വിരൽ കടിക്കണോ? നമ്മളും വിരൽ കടിക്കണോ റബ്ബിന്റെ മുമ്പിൽ? അതുകൊണ്ട് നല്ലവരോട് കൂട്ടുകൂടുക, നല്ലവരോട് കൂട്ടുകൂടുക. അല്ലാത്തവർ, മക്കളെ ശ്രദ്ധിക്കുക, നല്ലവരോട് നമ്മൾ കൂട്ടുകൂടണം, അല്ലാത്തവരോടുള്ള ചങ്ങാത്തം ഒഴിവാക്കണം. അല്ലാത്തവരെ നമുക്ക് വേണ്ട. ഞാനിപ്പോ എങ്ങനെ ഉണ്ട് എന്ന് എൻ്റെ നാട്ടിലിറങ്ങിയിട്ട് എന്നെപ്പറ്റി ചോദിക്കണ്ട, എന്നെപ്പറ്റി ചോദിക്കണ്ട. എൻ്റെ നാട്ടിൽ വന്നിട്ട് എന്നെപ്പറ്റി ആരോടും ചോദിക്കണ്ട. പിന്നെ ആരെപ്പറ്റി ചോദിച്ചാൽ മതി? ഞാൻ എങ്ങനെ ഉണ്ട് എന്ന് ആരോടും എന്നെപ്പറ്റി ചോദിക്കണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി? എൻ്റെ കൂട്ടുകാരൻ ആരെന്ന് നോക്കുക, അവന്റെ പ്രവർത്തനം എന്താണെന്ന് നോക്കിക്കാണുക. അത് തന്നെ ഞാൻ. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാരിനി യഖ്തദി. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാരിനി യഖ്തദി. ഞാൻ ആരാണ് എന്ന് ഒരിക്കലും എന്നോട് ചോദിക്കണ്ട. പിന്നെ ആരോട് ചോദിക്കണം? എൻ്റെ കൂട്ടുകാരനോട്. കാരണം കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ, കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ. അള്ളാന്റെ ഹബീബ് പറഞ്ഞ എന്താണ്? അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ശൈലിയിലാണ്, അവന്റെ കൂട്ടുകാരന്റെ രീതിയിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞ, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. നമ്മൾ ആരോടാണോ ചങ്ങാത്തം കൂടുന്നത് അവരുടെ സ്വഭാവം നമുക്കുണ്ടാവും. നമ്മൾ ആരെയാണോ കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അവരുടെ ശൈലി നമുക്കുണ്ടാവും. നമ്മൾ ഉലമാക്കളോടൊപ്പം സഹവസിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ളുഹാ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, ദിക്ർ, സ്വലാത്ത്, ദുആ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. ഇനി അതല്ല, വേറെ നമ്മൾ ആരോടൊപ്പമാണ് നിൽക്കുന്നത് അവന്റെ സ്വഭാവം എന്താണ്, അതങ്ങനെ വരും. ഇല്ലേ? രാഷ്ട്രീയക്കാരുടെ കൂടെ നിന്നാൽ രാഷ്ട്രീയം, പൊതുപ്രവർത്തനം, അങ്ങനെ ഇങ്ങനെ അവരുടെ ശൈലി എന്താണോ അത് കിട്ടും. നമ്മൾ ആരോടൊപ്പമാണോ നിൽക്കുന്നത് അത് നമുക്ക് പകർത്താൻ കഴിയും. അതുകൊണ്ട്
ഏറ്റവും നല്ല ആളുകളോടൊപ്പം നമ്മൾ കൂട്ടുകൂടണം എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ആരോടാ കൂട്ടുകൂടേണ്ടത്? പറയും. എങ്ങനെയുള്ള കൂട്ടുകാർ വേണം നമുക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി. ഇനി ഞാൻ കൂട്ടുകാരുടെ മഹത്വം പറഞ്ഞു, 2 കൂട്ടുകാരെ ഖുർആൻ പറഞ്ഞ പരിചയപ്പെടുത്തി. ഇനി ആരോടൊപ്പം കൂട്ടുകൂടണമെന്നും ആ സഹവാസം, നല്ല സഹവാസം എങ്ങനെയൊക്കെ നിലനിർത്താൻ കഴിയുമെന്നും പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. എത്ര മണിക്കാ ഉസ്താദ് നമുക്ക് സമയം? 10:30 ദുആയും ഒക്കെ അവസാനിച്ച് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് പിരിയും. 10:30 മണിക്ക് ഇൻഷാ അല്ലാഹ് 10:15 വരെ പ്രസംഗിക്കും. അത് കഴിഞ്ഞ ദുആയും എല്ലാം കൂടി നമുക്ക് 10:30 നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആരെ കൂടെയാണ് നമ്മൾ കൂടേണ്ടത്? എല്ലാത്തിനും നമുക്ക് മാതൃക അള്ളാഹുവിന്റെ ഹബീബല്ലേ? നബി തങ്ങൾ പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുന്നത്. ആരോടാ കൂട്ടുകൂടേണ്ടത്? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, സത്യസന്ധനായ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ, സത്യസന്ധനായ ആത്മാർത്ഥതയുള്ള നല്ല കൂട്ടുകാരൻ ആരാണ്? നന്മയുടെ സഹോദരൻ ആരാ? നന്മയുടെ സഹോദരി ആരാണ്? ഒന്ന്. രണ്ടാമത്തേത് മൂന്നാമത്തേത് ഇത് 3 ഉണ്ടോ നോക്കിക്കോ. ഇത് 3 ഉണ്ടാന്ന് നോക്കിക്കോ. ഏതൊക്കെയാണ്? നമ്മൾ ഏറ്റവും നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. ഈ പറയുന്ന ക്വാളിറ്റിയുള്ള 3 ക്വാളിറ്റി ഒരു കൂട്ടുകാരന് ഉണ്ടായിരിക്കണം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാരന് 3 ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഒന്ന്, നിനക്കൊരു വൃത്തികേടുണ്ടായാൽ, നിനക്കൊരു ദുസ്വഭാവം ഉണ്ടായാൽ നിന്നെ ഉപദേശിക്കുന്ന കൂട്ടുകാരനാകണം. ഇന്ന് കൂട്ടുകാരുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്താൽ കൊള്ളാടാ, അടിപൊളിയാ, സൂപ്പറാണ് എന്നൊക്കെ പറയും. നമ്മൾ എന്തെങ്കിലും മോശം ചെയ്താൽ പറഞ്ഞു തരില്ല. ഇനി തിരിച്ച് നമ്മൾ എന്തെങ്കിലും നമ്മളോട് വന്നിട്ട് എന്തെങ്കിലും നല്ലത് പൊക്കി പറഞ്ഞാൽ നമ്മൾ അവനെ കെട്ടിപ്പിടിക്കും, നമ്മൾ യഥാർത്ഥ കൂട്ടുകാരനാക്കും. എന്തെങ്കിലും ഒരു ദുസ്വഭാവം നമുക്കുണ്ടായി, അതിൽ എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായി, അതവൻ ഉണർത്തി തന്നാൽ പിന്നെ നമുക്ക് അവനെ കണ്ടുകൂടാതായി. ഇതല്ലേ സംഭവം? നമ്മളെ എന്തെങ്കിലും കുറവുകൾ പറഞ്ഞു തരുന്നവനെ പിന്നെ നമുക്ക് കണ്ടുകൂടാ, പിന്നെ അവൻ നമുക്ക് മോശമാണ്. ഇതല്ല അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, നിന്റെ എല്ലാ കുറവുകളിലും ന്യൂനതകളിലും നിന്നെ ഉപദേശിക്കുന്നവനാണ് നിന്റെ കൂട്ടുകാരന്. കണ്ണാടി നന്നായാൽ, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. നമ്മൾ പറയും ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിപ്പോ കണ്ണാടി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, എൻ്റെ മുഖത്തുള്ള എല്ലാ കുറവുകളും കണ്ണാടി പറയും, അല്ലേ? കണ്ണാടി പറയും. എൻ്റെ മുഖത്ത് എന്തൊക്കെ നല്ലതുണ്ടോ അതും കണ്ണാടി പറയും, മോശം എന്തുണ്ടോ അതും കണ്ണാടി പറയും. ഇനി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഞാൻ അങ്ങ് മാറി വേറെ ഒരാൾ വന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിന്നാൽ അയാളുടെ ന്യൂനതയും കുറവും മാത്രമേ കണ്ണാടി പറയൂ. ഒരിക്കലും അതിനു മുമ്പ് പോയ എൻ്റെ ന്യൂനതകൾ ഈ രണ്ടാമത് വന്നവനോട് വിളമ്പി കൊടുക്കൂല കണ്ണാടി, അല്ലേ? മുമ്പ് പോയ എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും കണ്ണാടിയിൽ കാണാൻ പറ്റുമോ? പറ്റില്ല. ഇതാണ് ചങ്ങാതി എന്ന് പറഞ്ഞാൽ എൻ്റെ ന്യൂനത എന്നോട് മാത്രം പറയണം. ഞാൻ അങ്ങോട്ട് മാറുമ്പോ വേറൊരുത്തന്റെ മുമ്പിൽ എൻ്റെ ന്യൂനത പറയുന്നവനാകരുത്. അതാണ് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന് പറയുന്നത്. ഇതേ തന്നെയാ റസൂലുള്ള പറഞ്ഞത്. ആരോടാണ് കൂട്ടുകൂടേണ്ടത്? നിന്റെ ആ ന്യൂനതകളിൽ, നിന്റെ കുറവുകളിൽ, നിന്റെ ദുശീലങ്ങളിൽ, നിന്റെ ദുസ്വഭാവത്തിൽ, നിന്റെ എല്ലാ തിന്മകളിലും നിന്നെ ഉപദേശിക്കുന്നവനാ. രണ്ടാമതോ നിന്റെ അഭാവത്തിൽ നിന്നെ സൂക്ഷിക്കുന്നവനാ. നീ ഇല്ലാത്തപ്പോ നിന്നെ സൂക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നിന്നെപ്പറ്റി പരദൂഷണം പറയില്ല, നിന്നെപ്പറ്റി പരദൂഷണം പറയില്ല. മഹാനായ ഒരു ചിന്തകൻ പറഞ്ഞതുപോലെ എന്താണെന്നറിയോ? നീ ഉള്ളപ്പോ നിന്നെപ്പറ്റി അള്ളാഹുവിനെ പറ്റി നിന്നോട് പറയണം, നിന്നെ കാണുമ്പോ അള്ളാഹിനെ പറ്റി നിന്നോട് പറയണം, നീ ഇല്ലാത്തപ്പോ നിന്നെപ്പറ്റി അള്ളാഹിനോട് പറയണം. അങ്ങനത്തെ കൂട്ടുകാരൻ ഞാൻ കാണുമ്പോ എന്നോട് പറയേണ്ടത് അള്ളാഹുവിനെ പറ്റി, ഞാനില്ല അപ്പൊ എന്നെ പറ്റി അള്ളാഹിനോട് പറയണം. അങ്ങനത്തെ കൂട്ടുകാരൻ. കാണുമ്പോ റബ്ബിനെ പറ്റിയാണ് സംസാരം,
ഇനി ഞാൻ അവന്റെ മുമ്പിലില്ലെങ്കിൽ നേരെ റബ്ബിനോട് എന്നെ പറ്റി പറയും, പടച്ചോനെ പാവമാണ്, നീ അവനെ കാക്കണയല്ല, അവനെ സൂക്ഷിക്കണയല്ല, അവനെ സംരക്ഷിക്കണയല്ല, സഹായിക്കണയല്ല. ഇതാണ് വഹഫിലക ഫീ ഗൈബിക, നിന്റെ അഭാവത്തിൽ നിന്നെ സൂക്ഷിക്കുന്നവനാണ്. വആഥറക അലാ നഫ്സിഹി, മൂന്നാമത് റസൂലുള്ള പറഞ്ഞത് വആഥറക അലാ നഫ്സിഹി, നിന്നെ അവന്റെ വിഷയത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നവൻ, അവൻ അവന്റെ കാര്യത്തെക്കാൾ നിന്നെ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നവനാണ്. അങ്ങനെയുള്ള കൂട്ടുകാരനെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. സഹോദരങ്ങളെ, ഈ 3 സൈസ് കൂട്ടുകാരെ തെരഞ്ഞെടുത്തോ. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെ എന്ന് പറഞ്ഞാൽ ഈ 4 ചുമരുകൾ, ഒരു ചുമരില്ലെങ്കിൽ കെട്ടിടം വീഴും. ഒരു ചുമരിന്റെ ഒരു വരി കട്ടയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു കട്ട അതിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അതിൻ്റെതായ ബലക്ഷയമുണ്ടാകുന്നു. ഒരു അവയവം പോലെയാണ്. ചിന്തിച്ചിട്ടില്ലേ? കാല് ഒന്ന് കല്ലിൽ തട്ടുമ്പോ പെട്ടെന്ന് തന്നെ കണ്ണുനീരൊഴുക്കുകയാ. കണ്ണെന്തിനെ കണ്ണീരൊഴുക്കണം? തട്ടിയത് കാലല്ലേ, കണ്ണ് വേറൊരു അവയവമല്ലേ. നാവ് നിലവിളിച്ചു, കൈ ഓടിച്ചെന്ന് കണ്ണിനെ തടകിക്കൊടുത്ത് കരയല്ലേ എന്ന് പറഞ്ഞു. വിലവിളിക്കുന്ന നാവിനെ വായിൽ പൊത്തിപ്പിടിച്ചു. കൈ തട്ടിയത് കാലാണ്, പക്ഷെ കരഞ്ഞത് കണ്ണാണ്, വിളിച്ചത് നാവാണ്. എന്നിട്ടോ ആശ്വസിപ്പിച്ചത് കണ്ണിനെയാണ്, ആശ്വസിപ്പിച്ചത് നാവിനെയാണ്. ശരീരം മുഴുവനും പനിക്കാൻ തുടങ്ങി. പനി വന്നു. നമ്മൾ പറയുന്നു കല്ലിൽ തട്ടിയപ്പോ പനി വന്നതാണ്. ചിന്തിച്ചിട്ടുണ്ടോ? തട്ടിയത് കാലല്ലേ, കാല് മാത്രം അങ്ങ് വേദനിക്കട്ടെ എന്ന് ശരീരത്തിന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഒരു മോമിന് മറ്റൊരു മോമിന് കൽ ജസദി, ഒരു ശരീരം പോലെയാണ്. അമേരിക്കയിലെ മുസ്ലിമിന്റെ ദുഃഖം ഇന്ത്യയിലെ മുസ്ലിമിനാകുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്ത് മുസ്ലിമിന്റെ വേദന ഈ മലപ്പുറത്ത് മുസ്ലിമിന്റെ വേദനയാകുമ്പോഴാണ്. കാശ്മീരിലെ മുസ്ലിമിന്റെ വേദന ഈ കേരളത്തിലെ മുസ്ലിമിനാകുമ്പോഴാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും പരസ്പരമുള്ള, നമ്മൾ കാണാത്ത, കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടുള്ള രാജ്യത്തിന്റെ വിവിധ ഭാഗത്തുള്ള മുസൽമാന്റെ വേദന നമ്മുടെ വേദനയാകണം. അവിടെ സന്തോഷം നമ്മുടെ സന്തോഷമാകണം. എങ്കിലേ നമ്മൾ മോമിനാകൂ. അതാണ് പറഞ്ഞത്, സഹോദരങ്ങളെ, നമ്മൾ സ്വന്തം ശരീരത്തെക്കാൾ കൂട്ടുകാരനെ തിരഞ്ഞെടുക്കണം. അതാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ. അള്ളാഹു നമ്മുടെ കൂട്ടുകാരെയൊക്കെ അങ്ങനെ ആക്കി തരട്ടെ. പാര വെക്കുന്നവരാക്കാതെ. ഇന്ന് സൗഹൃദ പേടിയാണ് എല്ലാവർക്കും കൂട്ടുകൂടാൻ പേടിയാണ്. ഇന്ന് ചില ആളുകൾ ഒരു പ്രത്യേകത ഉണ്ടെന്നറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ചില ആളുകൾ ഒരാളെ അങ്ങോട്ട് സ്നേഹിച്ചാൽ ഹൃദയത്തിന്റെ വാതില് മൊത്തം അങ്ങ് തുറന്നു കൊടുക്കും. എല്ലാ രഹസ്യവും അങ്ങോട്ട് പറയും. എല്ലാ രഹസ്യം അങ്ങോട്ട് പറഞ്ഞ് യവനറിയാത്ത ഒന്നും അവനറിയില്ല, അവനറിയാത്ത ഒന്നും യവനറിയില്ല, അങ്ങോട്ട് അതെല്ലാം തുറന്നു കൊടുക്കും. നാളെ സൂര്യൻ ഉദിക്കുമ്പോ യവൻ അവന്റെ ശത്രുവാകും. അപ്പോഴോ ലോകം മൊത്തം യവനെ പറ്റി പറഞ്ഞ് നടക്കും, ഇല്ലേ? എന്നാ ചിലരുണ്ട്, ഒരാള് ശത്രുവാണെന്ന് കണ്ടാൽ, ഒരാള് പിണങ്ങിയാൽ, ഒരാള് തൻ്റെ ഫ്രണ്ട് അല്ലെന്ന് കണ്ടാൽ അയാളെ പറ്റി ഇനി എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറയും. അയാളെ എങ്ങനെയൊക്കെ ദേഷ്യം പിടിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ദേഷ്യം പിടിപ്പിക്കും. നാളെ സൂര്യൻ അസ്തമിക്കുമ്പോൾ, മറ്റന്നാൾ സൂര്യൻ ഉദിക്കുമ്പോൾ അവൻ നമ്മുടെ ഏറ്റവും ഉറ്റ ചങ്ങാതിയായി മാറും. ഇതാണ് പറഞ്ഞത്, അഹ്ബിബ് ഹബീബക ഹൗനമ്മ അസാ അൻ യകൂന ബഗീലക യൗമമ്മ അബ്ഗൽ ബഗീലക ഹൗനമ്മ അസാ അൻ യകൂന ഹബീബക യൗമമ്മ. തുർമുദ് റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. എന്താ പറഞ്ഞത്? നിന്റെ കൂട്ടുകാരനെ നീ കൂടുതൽ അങ്ങ് സ്നേഹിച്ചെല്ലാം തുറന്നു പറയരുത്, അവൻ നാളെ നിന്റെ ശത്രുവാകും. ഒരു ശത്രുവിനെയും നീ അങ്ങ് അറ്റമടച്ചേപിക്കരുത്, അവൻ നിന്റെ മിത്രമാകും. അതുകൊണ്ട് ലിമിറ്റ് വെക്കണം. ഇന്ന് എല്ലാവർക്കും പേടിയാണ് പരസ്പരം സ്നേഹിക്കാൻ. ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഭയമാണ് എല്ലാവർക്കും. എന്തുകൊണ്ട്? കാലം അങ്ങനെ ആയിപ്പോയി. ആ കാലം അങ്ങനെ ആയിപ്പോയത് കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു എല്ലാവരെയും ഒരു മുൻധാരണയിൽ നമ്മൾ കാണുമ്പോഴും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും നല്ല സുഹൃത്തുക്കളെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു.
നമ്മുടെ മുന്നിലുള്ള, നമ്മുടെ അടുത്തുള്ള ഏറ്റവും നല്ല ചങ്ങാതി നമ്മൾ കാണാതെ പോകുന്നു. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ജീവിതത്തിൽ നല്ല സുഹൃത്തിനെ തെരഞ്ഞെടുത്ത് നല്ല നിലയിൽ നമുക്ക് ജീവിച്ച് ഏറ്റവും നല്ല നിലയിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന ഒരു നല്ല സുഹൃത്തിനെ അള്ളാഹു തരട്ടെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, അയ്യ ജുലസായിനാ ഖൈറുൻ യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ല സുഹൃത്ത് ഏതാ നബിയേ? ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ആരാ നബിയേ? ആരുടെ അടുക്കലാ കൂടുതൽ ഞങ്ങൾ സമയം ചെലവഴിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്തെന്നറിയോ? മൻ ദക്കറക്കും ബില്ലാഹി റുയതുഹു വസാദ ഫീ ഇൽമിക്കും മന്തിഖുഹു വദക്കറക്കും ബിൽ ആഖിറതി അമലുഹു. നബി മുഹമ്മദ് മുസ്തഫ ആരാകണമെന്നറിയോ? മൻ ദക്കറക്കും ബില്ലാഹി റുയതുഹു, അവരുടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പടച്ചവനെ ഓർമ്മ വരണം. നിങ്ങൾ അവരിലേക്ക് നോക്കുമ്പോ തന്നെ റബ്ബിനെ ഓർമ്മ വരണം. അല്ലാതെ ഒരുത്തനെ നോക്കുമ്പോ ഭൗതികം ഓർമ്മ വരരുത്. അവന്റെ കോടി, അവന്റെ ലക്ഷം, അവന്റെ ആഡംബരം, അവന്റെ സുഖലോലുപത, അവന്റെ രാജകീയത, അവന്റെ ബഹുനില കെട്ടിടങ്ങൾ, അവന്റെ ശീതീകരിച്ച വാഹനം, അവന്റെ സംവിധാനങ്ങൾ, ഇതൊക്കെ നമുക്ക് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓഹ്, ഇവനെല്ലാം കൊടുത്തല്ലോ, നമുക്കൊന്നുമില്ല. ആ ഒരു ചിന്ത വരരുത്. പിന്നെ യഥാർത്ഥ സുഹൃത്തെന്ന് പറഞ്ഞാൽ ആരോടാ നമ്മൾ കൂട്ടുകൂടേണ്ടത്? അവനെ കാണുമ്പോ അള്ളാഹയെ ഓർമ്മ വരണം. അവനെ കാണുമ്പോ അള്ളാഹയെ ഓർമ്മ വരണം. പിന്നെയോ വസാദ ഫീ ഇൽമിക്കും മന്തിഖുഹു, അവനോട് സംസാരിച്ചാൽ നിനക്ക് വിജ്ഞാനം അവനിൽ നിന്ന് കോരിത്തരണം. നിനക്ക് സംസാരിക്കുമ്പോ അവനിൽ നിന്ന് നിനക്ക് അറിവുകൾ കിട്ടണം. അഥവാ ഉലമാക്കളോട് കൂടണം, ആലിമീങ്ങളോട് ചങ്ങാത്തം കൂടണം. വീണ്ടും റസൂലുള്ളാഹി പറയുകയാണ്, വദക്കറക്കും ബിൽ ആഖിറതി അമലുഹു, അവന്റെ പ്രവർത്തനങ്ങളെ കാണുമ്പോ നിനക്ക് ആഖിറത്തെ ഓർമ്മ വരണം. അവന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോ നിനക്ക് ആഖിറത്തെ ഓർമ്മ വരണം. അങ്ങനത്തെ നല്ല ഒരു കൂട്ടുകാരനെ, അങ്ങനത്തെ നല്ല ഒരു സുഹൃത്തിനെ നീ കൂട്ടുകൂടണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്.